ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം നമ്മളെ തേടി വന്നിരിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും ഈ സന്ദേശത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ദയവായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ ദിവസം ഈ വചന ശുശ്രൂഷയ്ക്കകത്തേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വചന ചിന്തനത്തിന് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. മത്തായി സുവിശേഷം അതിന്റെ 9-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. 9-ാം അധ്യായത്തിന് 37-ാം വാക്യം പറയുന്നു: കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. അടുത്ത വാക്യം പറയുന്നു: ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ആമുഖമായി നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് നമ്മളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ റിസീവ് ചെയ്യുവാൻ വളരെ ആത്മാർത്ഥതയോടെ ദൈവമേ എന്നോട് ഇന്ന് സംസാരിക്കണമേ എന്നുള്ള മനോഭാവത്തോടെ ആയിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിൽ വ്യാപരിച്ച് ഈ വചനത്തോടൊപ്പം സൗഖ്യത്തെ അയക്കുവാൻ, ഈ വചനത്തോടൊപ്പം ചില വിടുതലുകളെ അയക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം കേൾക്കുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. വചനം ഇങ്ങനെ പറയുന്നു: അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മളെ കാണുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു കുഴഞ്ഞവരും ചിന്നിയവരുമായവരെ കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ചില വിഷയങ്ങൾക്കകത്ത് നീ കുഴയുമ്പോൾ, ചില വിഷയങ്ങൾ നിന്നെ ചിന്നിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവം ഞാൻ നിനക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില വിഷയങ്ങൾക്കകത്ത് നീ കുഴഞ്ഞിരിക്കുമ്പോൾ, ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ നീ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, എന്ത് ചെയ്യുമെന്നുള്ള വേദനയോടുകൂടെ എൻ്റെ മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു, എനിക്ക് ഈ ഒരു വിഷയത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്നെ ആരും അറിയുന്നില്ല, ആരും എന്നെ കാണുന്നില്ല, ആർക്കും എന്നെ അറിയില്ല, എൻ്റെ മനസ്സറിയില്ല, എൻ്റെ വേദന അറിയില്ല, എൻ്റെ പ്രയാസം അറിയത്തില്ല, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കറിയില്ല, എൻ്റെ കൂട്ടുകാർക്കറിയില്ല, എൻ്റെ മാതാപിതാക്കൾക്കറിയില്ല, ആർക്കും അറിയില്ല എന്ന് ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മാറോട് ചേർക്കുന്ന, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നിന്നോട് സംസാരിക്കുകയാണ്. നിന്നെ കാണുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കാണുക മാത്രമല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് മനസ്സലിയുന്ന ദൈവമാണ്. നിന്റെ വിഷയങ്ങൾക്കകത്ത് പതറിപ്പോകുമ്പോൾ, പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ, മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ, നിന്റെ ജീവിതത്തിനകത്ത് നിരാശപ്പെടുത്തുന്ന ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധിയെ നോക്കി ചിരിക്കുന്ന ഒരു ദൈവത്തെയല്ല വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുന്നത്. നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് മനസ്സലിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെയാണ് നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷത്തിനകത്തേക്ക് നമ്മൾ പഠിച്ചു ചെല്ലുമ്പോൾ അതിന് 20-ാമത്തെ അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവരെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവ്, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണമെന്ന് അവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണിനെ തൊട്ടു.
അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹമായ ഒരു സന്ദേശമാണ്. രണ്ട് കുരുടന്മാർ വഴിയിലിരുന്ന് യാചിക്കുമ്പോൾ, ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് കരയുന്ന രണ്ട് കുരുടന്മാരെ നിങ്ങളുടെ ആത്മക്കണ്ണുകൾ തുറന്നുകൊണ്ട് ഒന്ന് കണ്ടാട്ടെ. അവരുടെ ജീവിതത്തിൽ ഹോപ്പ് ഒന്നുമില്ല, പ്രതീക്ഷയൊന്നുമില്ല, ഈ ലോകത്തിന്റെ മനോഹാരിതയൊന്നും അവർ കണ്ടിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ എത്ര മനോഹരമായ പ്രപഞ്ചമാണ്. നമ്മുടെ കൂടെ ഉള്ളവരെ എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ രണ്ട് കണ്ണുകളെ ദൈവം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ രണ്ട് കുരുടന്മാർ വഴിയിലിരുന്ന് യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അതിലെ കടന്നു പോകുമ്പോൾ അവർ നിലവിളിക്കുകയാണ്. എന്താണ് നിലവിളിക്കുന്നത്? ദാവീദ് പുത്രാ ഞങ്ങൾക്ക് കരുണ തോന്നണം. ഞാൻ ഇതിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, പുരുഷാരമൊക്കെ അവനെ തടഞ്ഞു. നിങ്ങൾ എന്തിനാണ് നിലവിളിക്കുന്നത്? നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പുരുഷാരം കടന്നു. അതിന്റെ 31 വാക്യം പറയുന്നു, മിണ്ടാതിരിപ്പിൻ. പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അധികം നിലവിളിക്കുന്നവരോട്, അധികം യാചിക്കുന്നവരോട്, അധികം പ്രാർത്ഥിക്കുന്നവരോട് കർത്താവ് അവിടെ നിന്നിട്ട് വചനം പറയുന്നു, യേശു ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവിൽ ഇതേ ചോദ്യം യേശു കർത്താവ് ചോദിക്കുകയാണ്. നിന്നെ കുഴയ്ക്കുന്ന വിഷയം, നിന്നെ ചിഹ്നിപ്പിക്കുന്ന വിഷയം, നിന്റെ ജീവിതത്തിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചില വിഷയം, ആ വിഷയവുമായി നീ യേശുവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ യേശു ഇന്ന് നിന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. രണ്ട് കുരുടന്മാരോട് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവേ ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശം ഇങ്ങനെ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു ചോദിച്ച അതേ ചോദ്യം ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നതായി നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർധാരയിൽ നിങ്ങൾക്ക് തോന്നും. കാരണം ഈ വചനം ജീവിക്കുന്ന ജീവനായ വചനമാണ്. നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ്. ആകാശം മാറിയാലും മാറ്റമില്ലാത്ത വചനമാണ്. ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ, ഈ ചാനലിലൂടെ ഈ സന്ദേശം വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ തന്നെ ഒരു പരിവർത്തനം സംഭവിക്കാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ഇച്ഛിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നിന്നെ കുഴയ്ക്കുന്ന വിഷയം, നിന്നെ ചിഹ്നിക്കുന്ന വിഷയം, നിനക്ക് കൈകാര്യം ചെയ്യുവാൻ പറ്റാത്ത വിഷയം, നിന്നെ ഏകനാക്കിയിരിക്കുന്ന വിഷയം, എനിക്കിത് നീ ഒരിക്കലും ചെയ്യുവാൻ പറ്റില്ല എന്ന് അല്ല, എന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം, ആ വിഷയത്തിന് മുൻപിൽ ഞാൻ സ്പർദ്ധമായി നിൽക്കുകയാണ്, ഞാൻ നിശ്ചലനായി നിൽക്കുകയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാ നോക്കൂ, രണ്ട് കുരുടന്മാരുടെ കണ്ണ് അന്ധമായിരിക്കുന്നു. ഇവർക്ക് ഇനി ഒരിക്കലും കണ്ണ് തുറന്നു കിട്ടില്ല. ഈ ലോകത്തിന്റെ കാഴ്ചകൾ ഇവർക്ക് കാണുവാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വലിയൊരു വിഷയം ഈ രണ്ടുപേർക്കുണ്ട്. പക്ഷെ അവർ അധികം ഉച്ചത്തിൽ നിലവിളിച്ചു. പുരുഷാരം പറഞ്ഞു, മിണ്ടാതിരിക്കിൻ എന്ന് പറഞ്ഞ് അവരെ ശാസിച്ചു. പക്ഷെ അധികം ഉച്ചത്തിൽ അവർ നിലവിളിക്കുവാൻ തുടങ്ങി, യാചിക്കുവാൻ തുടങ്ങി. എന്നാൽ യേശു കർത്താവ് അവിടെ നിൽക്കുവാൻ തയ്യാറായി. യേശു കർത്താവ് അവിടെ നിന്നതിന് ശേഷം വചനം പറയുകയാണ്, യേശുവിന്റെ മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മനസ്സലിയുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിഹ്നിച്ചു തരുന്നവരെ കണ്ട് യേശുവിന്റെ മനസ്സലിയുന്നുവെങ്കിൽ ഇന്ന് ഈ പകൽക്കാലവും യേശു മനസ്സലിഞ്ഞ് അവരുടെ കാഴ്ച തുറന്നു കൊടുക്കത്തക്ക രീതിയിൽ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ, ആ കുരുടന്മാരുടെ നിലവിളിയെ, ദാവീദ് പുത്രാ എന്നിൽ കരുണ തോന്നണമേ എന്നുള്ള ആ നിലവിളിയെ യേശുവിന്റെ മനസ്സ് അലിയിപ്പിച്ചുവെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, കരയുവാൻ നീ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം കൂടുതൽ നിലവിളിക്കുവാൻ നീ തയ്യാറാണോ? കൂടുതൽ ഒച്ചത്തിൽ നീ ജാഗരിക്കുവാൻ തയ്യാറാണോ? നിന്റെ വിഷയത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ നീ തയ്യാറാണോ? അവൻ മനസ്സലിയുന്ന ദൈവമാണ്. നിന്റെ വിഷയം കണ്ട് മാറി നടക്കുന്ന ദൈവമല്ല. നിന്റെ വിഷയത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അത് അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം നിശ്ചയമായി നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈ യേശു ക്രിസ്തു എന്നും ജീവിക്കുന്ന അനന്യനായ ദൈവമായതുകൊണ്ട് നീ ഇത് വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഇന്ന് പകൽക്കാലം ചില അത്ഭുതത്തെ നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോവുക. മനസ്സലിയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് ഈ സന്ദേശത്തിലൂടെ വെളിപ്പെട്ട് നിൽക്കുന്നു. നീ ഇത് വിശ്വസിക്കുവാൻ തയ്യാറാകുക. കുരുടന്മാര്, ദാവീദ് പുത്ര എന്നിൽ കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നീ നിലവിളിക്കുന്ന പ്രാർത്ഥനയുടെ മധ്യത്തിനകത്ത്, നീ കരയുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മധ്യത്തിൽ എന്റെ യേശുവിന് മനസ്സലിയുവാൻ സാന്നിധ്യം, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം വിടുതലയക്കുവാൻ എന്റെ ദൈവത്തിന് മനസ്സലിവുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ദൈവ പൈതലായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. മനസ്സലിഞ്ഞ ഉടനെ ദൈവം എന്താ ചെയ്തത്? 33 വാക്യം, യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലവും അവന്റെ മനസ്സലിഞ്ഞാൽ, എന്റെ ദൈവത്തിന്റെ മനസ്സലിഞ്ഞാൽ നീ കാഴ്ച പ്രാപിക്കും. അല്ല, നിനക്കൊരു അത്ഭുതം സംഭവിക്കും. എന്ത് അത്ഭുതമാണ് നിനക്ക് വേണ്ടത്?
ഇന്ന് പകൽക്കാലം നിന്നെ കുഴയ്ക്കുന്ന വിഷയങ്ങൾ, നിന്നെ ചിന്തിപ്പിക്കുന്ന വിഷയങ്ങൾ, അതിനുമേൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുക. വിശ്വസിച്ചോ, ഏറ്റെടുത്തോ. ഇന്ന് പകൽക്കാലം അതിനുമേൽ ഒരു അത്ഭുതത്തെ എന്റെ ദൈവം അയക്കുവാൻ പോവുക. ഉടനെ അവരുടെ കാഴ്ച അവർക്ക് തുറന്നു കിട്ടി, കാഴ്ച പ്രാപിച്ചു. അതിനുശേഷം അവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നു, അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ അത്ഭുതത്തെ സംഭവിച്ചതിന് ശേഷം നീ മാറിക്കളയുന്നവനായിട്ടല്ല ദൈവത്തിലെ, യേശുവിനെ അനുഗമിക്കുന്നവനായിട്ട്, അവന്റെ പിന്നാലെ ചെല്ലുന്നവനായിട്ട്, തന്നെ ത്യജിച്ച് ക്രൂശെടുത്ത അവനെ അനുഗമിക്കുന്നവനായിട്ട് ആയിരിക്കാൻ ദൈവമായ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾ നടക്കുമ്പോൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും പുറകെ പോകാതെ ഈ യേശുവിനെ കാത്തിരിക്കുവാൻ, അവന്റെ വീണ്ടും വരവിനായി കാത്തിരിക്കുവാൻ പ്രത്യാശയോടുകൂടി നമുക്ക് ഒരുങ്ങാം. ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്താൽ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.